നമ്മൾ ജീവിതത്തിൽ അത്രമേൽ ആഗ്രഹിക്കുന്ന ഏതൊന്നിനെയും കാലം നമുക്ക് തിരികെ തരിക തന്നെ ചെയ്യും. മതവും മതാചാരങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മാറിയപ്പോൾ നഷ്ടപ്പെട്ടത് നമ്മുടെ ബാല്യമായിരുന്നില്ലേ എന്ന് ഈ ഒരു വീഡിയോ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു. പണ്ട് നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് ടൂർ പോകണമെന്ന് പറയുമ്പോൾ ഉസ്താദ്മാർ പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കെട്ടിയോൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിട്ട് പൊക്കോളുണ്ടോന്ന്. ഇന്ന് ഈ പെൺകുട്ടികൾ ഈ ബസ്സിൽ ഓടിക്കയറുന്നത് കണ്ടപ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം തോന്നി. എന്താണെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ട പലതും ഇന്ന് അവർക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം. ആ ഒരു പ്രതികാരമായിരിക്കാം ജീവിതത്തിനോട് ഇന്ന് കാണിക്കുന്ന ഓരോ മുന്നോട്ടുള്ള യാത്രകളും. ഈ ഒരു 4 മണിക്ക് ഡ്രസ്സും ബാഗും പാക്ക് ചെയ്തിട്ട് നമ്മളൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. മറ്റൊന്നുമല്ല, വയനാട്ടിൽ അരോഹ ദ സെലിബ്രേറ്റ് വുമൺ എന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. സോ അതിലേക്ക് നമ്മുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോകാൻ കാർ എടുക്കാൻ എന്തോ ഒരു മൂഡ് തോന്നിയില്ല. സോ ദാറ്റ്സ് വൈ ഐ ടോക്ക് ഇൻ ബസ്. അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ട് വയനാടൻ ചുരം കയറുകയാണ് കേട്ടോ. നല്ല ടയേർഡാണ്. ഏർലി മോർണിംഗ് 2:30 അങ്ങാണ്ടോ എണീറ്റതാണ്. ഫൈനലി നമ്മളിവിടെ എത്തുകയാണ്. പെറ്റൽസിലെത്തി. ഓ മൈ ഗോഡ്, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് റൂമിൽ ചെന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എൻ്റെ ശരീരം സമ്മതിച്ചാലും എൻ്റെ മനസ്സ് ഒരിക്കലും എന്നെ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മളൊരു കോഫിയൊക്കെ മേക്ക് ചെയ്ത് കുടിച്ച് കുറച്ചധികം പുസ്തകമൊക്കെ വായിച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഫൈനലി നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബാക്കി പരിപാടികളും അടിപൊളി സംഗതികളൊക്കെ ആയിട്ട് ഇതാ ഞാനിപ്പോൾ തന്നെ വരുന്നതായിരിക്കും. ട്യൂൺ ചെയ്ത് വെച്ചോ. അപ്പം ബൈ.